അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 4 ഇയേഴ്സിന് ശേഷം രഞ്ജിത്ത് ശങ്കറിന്റെ സംവിധാനത്തിൽ ഉണ്ണി മുകുന്ദൻ, മഹിമ നമ്പ്യാർ എന്നിവർ പ്രധാന കഥാപാത്രത്തിലെത്തുന്ന ഏറ്റവും പുതിയ സൂപ്പർ ഹീറോ മൂവിയാണ് ജയ് ഗണേഷ്. ചെറുപ്പത്തിലുണ്ടായ ഒരു ആക്സിഡന്റ് മൂലം മരക്ക് താഴോട്ട് പാരലൈസ് ആയ ഗ്രാഫിക് ഡിസൈനർ ഗണേഷിന്റെ ജീവിതത്തിൽ ഒരു ദിവസം സംഭവിക്കുന്ന ഇൻസിഡന്റ് അദ്ദേഹം എങ്ങനെ ഓവർകം ചെയ്യുന്നു എന്നതാണ് സിനിമയുടെ മെയിൻ പ്ലോട്ടായി വരുന്നത്. ഈവൻ ദോ ഇതൊരു സൂപ്പർ ഹീറോ മൂവിയായിട്ടാണ് പ്രൊമോട്ട് ചെയ്തതെങ്കിൽ പോലും സൂപ്പർ ഹീറോ എലമെന്റ്സിനെ കൃത്യമായി ബ്ലെൻഡ് ചെയ്ത ഒരു സർവൈവൽ ത്രില്ലർ മൂവിയായിട്ടാണ് രഞ്ജിത്ത് ശങ്കർ ഈ സിനിമ ഒരുക്കി വെച്ചിട്ടുള്ളത്. ആ രണ്ട് ജോണറിനെയും ഒട്ടും ഫോഴ്സ്ഡ് ആവാതെ ഓർഗാനിക് ആയി ബ്ലെൻഡ് ചെയ്ത് രഞ്ജിത്ത് ശങ്കർ എന്ന തിരക്കഥാകൃത്ത് വലിയ കയ്യടിയാണ് അർഹിക്കുന്നത്. മുൻപ് ഒരുപാട് കേട്ട് പറഞ്ഞ കഥയാണെങ്കിൽ പോലും അതിനെ കുറച്ചെങ്കിലും ഇൻട്രസ്റ്റിംഗും എൻഗേജിങ്ങും ഫ്രഷുമാക്കി വെക്കുന്നത് ശങ്കർ ശർമ്മയുടെ മ്യൂസിക്കും BGMും അതോടൊപ്പം സംഗീത് പ്രതാപിന്റെ എഡിറ്റിംഗും ചന്ദ്രു സെൽവരാജിന്റെ സിനിമാറ്റോഗ്രാഫിയും അതോടൊപ്പം തന്നെ രഞ്ജിത്ത് ശങ്കറിന്റെ മേക്കിംഗും വഹിച്ച പങ്ക് വളരെ വലുതായാണ് എനിക്ക് തോന്നിയത്. പെർഫോമൻസിലേക്ക് വരികയാണെങ്കിൽ മഹിമ നമ്പ്യാർ, അശോകൻ, ജോമോൾ, രവീന്ദ്ര വിജയ്, കുട്ടിയായി അഭിനയിച്ച റയാൻ, ശ്രീകാന്ത് എന്നിവർ അവർക്ക് കിട്ടിയ വേഷം ഒട്ടും മോശമാക്കാതെ തന്നെ പെർഫോം ചെയ്തതായി എനിക്ക് തോന്നി. ഹാഫ് പാരലൈസ്ഡ് ആയ ഗണേഷ് എന്ന കഥാപാത്രം ഉണ്ണി മുകുന്ദൻ ഒട്ടും പ്രീച്ചിയാക്കാതെ വളരെ കൺട്രോൾഡും മെച്ചോർഡുമായി തന്നെ പെർഫോം ചെയ്തതായി എനിക്ക് തോന്നി. ഇമോഷണൽ സീനുകളിലും അത്തരം ആൾക്കാരുടെ ബോഡി ലാംഗ്വേജ് ക്യാരി ചെയ്യുന്ന സീനുകളിലുമായാലും ഉണ്ണി മുകുന്ദൻ വളരെയധികം കൺവിൻസിംഗ് ആയി തന്നെ പെർഫോം ചെയ്തതായി എനിക്ക് തോന്നി. വിഷു റിലീസായി വന്ന ആവേശവും വർഷങ്ങൾക്ക് ശേഷവും തിയേറ്ററിൽ തകർത്തോടുന്ന സാഹചര്യത്തിൽ നല്ല മൂവിയായിട്ടും വേണ്ടത്ര റെക്കഗ്നേഷൻ കിട്ടാതെ പോകരുത് എന്നാണ് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് പാർട്ടിലേക്ക് ലീഡ് ചെയ്യുന്ന നല്ലൊരു ഓപ്പൺ എൻഡഡ് ക്ലൈമാക്സ് വെച്ചതുകൊണ്ട് തന്നെ അടുത്ത പാട്ടും കാണാൻ എന്നിലെ പ്രേക്ഷകന് നല്ലൊരു ക്യൂരിയോസിറ്റി ജനിപ്പിക്കാനും ഈ സിനിമയ്ക്ക് സാധിച്ചു എന്നാണ് പറയാൻ. എല്ലാവരും ഈ നല്ലൊരു സിനിമയെ തിയേറ്ററിൽ തന്നെ പോയി വിജയിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.